PM ശ്രീ പദ്ധതി പിന്മാറ്റം സംബന്ധിച്ച നിലപാടിൽ മലക്കം മറിഞ്ഞ് UDF കൺവീനർ അടൂർ പ്രകാശ് MP. പദ്ധതിയിൽ തുടരണം എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് അടൂർ പ്രകാശിന്റെ മലക്കം മറിച്ചിൽ. വിഷയം UDFൽ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. പദ്ധതിയിൽ തുടരണോ വേണ്ടയോ എന്നത് ഉപസമിതി റിപ്പോർട്ട് അനുസരിച്ച് പരിശോധിക്കും. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ വൈരുദ്ധ്യം ഒന്നുമില്ലെന്നും ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM ശ്രീയിൽ നിന്നും പിൻവാങ്ങാനാണ് ആലോചന എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്. UDF യോഗത്തിൽ ഗൗരവമുള്ള ചർച്ച PM ശ്രീ നടപ്പാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ദേവരാജൻ ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രി അന്തിമ തീരുമാനം പറഞ്ഞിരുന്നില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. വിഷയത്തിൽ മന്ത്രിമാരുടെ സബ് കമ്മിറ്റിയെ UDF നിയോഗിച്ചിരുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. എന്നിരിക്കെ എങ്ങനെയാണ് PM ശ്രീ നടപ്പാക്കുമെന്ന് UDF കൺവീനർ പ്രഖ്യാപിച്ചത് എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ചോദ്യം. ഈ വിയോജിപ്പാണ് PK കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. PM ശ്രീ വിഷയത്തിൽ സർക്കാരിന് താക്കീതുമായി യൂത്ത് ലീഗ് നേതാവ്. കസേരയിൽ ഇരുത്തിയ ജനത്തിന് തന്നെ ഇറക്കാനും വേണമെങ്കിൽ അതിനപ്പുറം വെറുക്കാനും കഴിയുമെന്ന് യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്. ഈ ബോധ്യം UDF നേതൃത്വത്തിന് ഇല്ലാതെ പോവില്ലല്ലോ. മതേതര കേരളത്തിന് നൽകിയ പ്രതീക്ഷയിൽ UDF മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ: PM ശ്രീ വലിയ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വന്നതിനു പിറകിൽ നിരവധി ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു കേരളത്തിലെ BJP സർക്കാർ കൊണ്ടുവന്ന് ഇടത് സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച PM ശ്രീ പദ്ധതിയോടുള്ള UDFന്റെ ശക്തമായ എതിർപ്പ്. ആ എതിർപ്പാവട്ടെ മതേതര കേരളത്തിന്റെ എതിർപ്പായിരുന്നു. മതേതര കേരളത്തിന് നൽകിയ പ്രതീക്ഷയിൽ UDF എന്തെങ്കിലും മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം കസേരയിൽ ഇരുത്തിയ ജനത്തിന് തന്നെ ഇറക്കാനും വേണമെങ്കിൽ അതിനപ്പുറം വെറുക്കാനും കഴിയും എന്ന ബോധ്യം UDF നേതൃത്വത്തിന് ഇല്ലാതെ പോവില്ലല്ലോ.